ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ധനഹാ തിരുനാൾ. ഈ ധനഹാ തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി ഹിന്ദുസിനും മുസ്ലിംസിനും അങ്ങനെ അറിയുന്നുണ്ടാവില്ലായിരിക്കും. ക്രിസ്ത്യൻസിന് ഒരുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും. പിണ്ടികുത്തി പെരുന്നാൾ, ധനഹാ തിരുനാൾ, അങ്ങനെ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സോ ഇന്ന് ധനഹാ തിരുനാളാണ്. സോ ഞാൻ വിചാരിച്ചു കുറച്ച് ചിരാതൊക്കെ കത്തിച്ച് വെക്കാം എന്ന് വിചാരിച്ചു. പിണ്ടി കുത്തിയിട്ട് അതിൽ ചിരാത് വെക്കുന്നവരുണ്ട്, ലൈറ്റ്സ് ഇടുന്നവരുണ്ട്, ചെറിയ ചെറിയ കുടികൾ കുത്ത്, അങ്ങനെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ചെറിയൊരു പെരുന്നാൾ പോലത്തെ സെലിബ്രേഷനാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഞാൻ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാലത്തോട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ, കുറച്ച് ചെരാതൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ചെരാതൊക്കെ കിച്ചണിൽ എവിടെയാണ് ഇരിക്കുന്നത്, പക്ഷെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന് തപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണ് അമ്മ പള്ളിയിൽ പോയത്. പക്ഷെ ഞാൻ മടി പിടിച്ച് കുറച്ച് നേരം കൂടി ഇരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആയിട്ടുണ്ട്. ഇനിയും വെച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ വരുമ്പോൾ എന്നെ ഓടിച്ചിട്ടടിക്കും. സോ ഞാൻ പോയിട്ട് തപ്പി പിടിച്ചെടുക്കണം. ഇവിടെ ഓൾറെഡി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ പിണ്ടി വെച്ചിട്ടുണ്ട് ലൈറ്റ് കത്തിക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അറ്റത്തെ വീട്ടിൽ പിണ്ടി കുത്തി വെച്ചാണ്. കണ്ടോ, ആൻഡ് ഓൾസോ കണ്ടോ ഇവിടെ നിന്നൊരു കണ്ണ് കണ്ടോ എന്നെ നോക്കി നിൽക്കുകയാണ് അവള്. തിരി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ എണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചിരാതുണ്ട്, കുറച്ചേ വെക്കുന്നുള്ളൂ നമ്മൾ. ആൻഡ് ഓൾസോ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ട്. ചിലപ്പോൾ ക്യാൻഡിൽസും കൂടെ വെക്കും. എല്ലാ ചരാതിലും എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ചരാതിലും അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു. ഇനിയിപ്പോൾ അമ്മ വന്നിട്ട് കത്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഞാൻ തന്നെ കത്തിച്ച് കഴിഞ്ഞാൽ
അതൊരു രസമുള്ള ഏർപ്പാടല്ലല്ലോ. സോ ഐ തോട്ട് അമ്മ വന്നിട്ട് എത്തിക്കാം. അമ്മ കുറച്ച് കഴിയുമ്പോൾ വരും. സോ നമുക്ക് എന്നിട്ട് കാണാം. ഓക്കെ. എന്നെ കുറേ നേരമായി അവിടെ ഒരാൾ ദിവ്യ ദിവ്യ എന്നിട്ട് വിളിക്കുന്നു. ഞാൻ ഈ ഒരു മിഠായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഒരാൾക്ക് പോയിട്ട് കുറേ നേരമായി കിടന്ന് വിളിക്കുന്നു. കണ്ടാ, മിഠായി എടുത്തു വരാം. എത്തി. എന്തിട്ട് മിഠായ? ഓപ്പൺ ചെയ്ത് നോക്ക്. എവിടെ? അതെ, ഈ മിഠായി കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമായോ ഒന്ന് പറയട്ടാ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നിട്ട് ഡയാന കിടന്ന് കാര്യമായി കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ നോ ഇറ്റ്സ് എ ബിറ്റ് ഡിസ്റ്റർബിങ്, ബട്ട് സ്റ്റിൽ ഞാൻ വലിയൊരു ഡോഗ് ലവർ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡോഗ്സിനെ അങ്ങനെ ചീത്ത പിടിക്കാറില്ല ഗൈസ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ചേരാതൊക്കെ കൂടെ അടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അമ്മ പള്ളി പോയിരിക്കുകയാണ്. അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെയും കൂടെ കൂട്ടുന്ന വൃത്തി നമുക്ക് കെട്ടിക്കാലോ ചേരാതൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എണ്ണ ഒഴിക്കുന്ന വീഡിയോ എടുത്തത് ബ്ലറായിട്ടാണ് വീഡിയോ കിട്ടിയിട്ടുള്ളത്. സോ സാഡ്, ഐ നോ. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? 2025 സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് തന്നെ പഴച്ചു പോയോ അതോ സ്റ്റാർട്ടിങ് ഒരു ബെറ്റർ സ്റ്റാർട്ടായിരുന്നോ? എല്ലാം കമൻറ്റ് ചെയ്ത് പറയാം. ബിക്കോസ് എൻ്റെ ഒരു മോശം സ്റ്റാർട്ടിങ് ആയിരുന്നു. ആടാ എന്ത് സാധനാ? എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തോ ഒരു സാധനം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ദീപി ചേച്ചിക്ക് ഒരു സാധനം തരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് അല്ല, ന്യൂ ഇയർ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. എന്തോ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എങ്ങടാ? അങ്ങടാ. അപ്പോൾ കമൻറ്റ് ചെയ്ത് പറയാം. ഞാനിവിടെ പുറത്തുനിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിള്ളേരല്ലേ. സോ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവർ. ബിക്കോസ് ഇത്ര വർഷത്തിനിടയിൽ ഇവളാണ് ഇന്ന് കുറച്ച് ദിവസം മുന്നാണ് സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത് അവള്. സോ ഇറ്റ്സ് എ ക്യൂട്ട് ലിറ്റിൽ തിങ്. ബാക്ക് നോക്കണ എന്താ സാധനം അത്? ഓക്കെ തുറന്നു നോക്കാട്ടാ. ഓക്കെ, അവളെനിക്ക് എന്തോ ഒരു ഡ്രോയിങ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ചേച്ചിയുള്ള എന്തോ ഒരു സാധനം എന്നാ പറഞ്ഞേ. തുറക്കട്ടെ. ഇറ്റ്സ് ക്യൂട്ട്. സാറ മേരി എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവളുടെ പേര് സാറ എന്നാണ്. സാറ മേരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വരച്ചതാ? ഇതിലാരാ? 3 ആളുണ്ടല്ലോ. 3ാമത്തെ ആളാരാ? അമ്മ. ഓക്കെ, 3 പേരുണ്ട് ഈ ഫോട്ടോയിൽ. 3 പേരുണ്ട്. അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാം ഈ നടുവിൽ നിൽക്കുന്നത് അവളാണ്, ഈ നിൽക്കുന്നത് ഞാനാണ്, ഈ നിൽക്കുന്നത് അമ്മയാണെന്ന്. ക്യൂട്ടില് നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് ഓർമ്മ വരണം. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. എന്ത് സ്റ്റിക്കറാ? ഇനി എനിക്ക് സ്റ്റിക്കറും തരാന്ന് പറയുന്നുണ്ട്. എനിക്ക് പണ്ടൊക്കെ സ്റ്റിക്കർ കളക്ഷൻ ഉണ്ടായിരുന്നു. എന്ത് സ്റ്റിക്കറാ? എന്തൊക്കെ സ്റ്റിക്കർ തരാന്ന് പറയുന്നുണ്ട്. എനിക്ക് നോക്കാം. സാറിൻ്റെ ഉണ്ടോ? സാറിൻ്റെ കയ്യിലുണ്ടോ? നാളെ തരുമോ? ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവന്നാ മതി. ഷൂസിന്റെയും ഉടുപ്പിന്റെയും. ഓക്കെ, വേറെ ഉള്ളത് തന്നാ മതി.
ഓക്കെ ശരി, ഉള്ളത് തന്നെ. ഓക്കെ ഓക്കെ റെഡി ഡൺ. അവൾ എന്തൊക്കെയോ കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ തരാന്ന് പറയുന്നുണ്ട്. എനിവേസ് താങ്ക് യു സാറ, താങ്ക് യു സാറ. ഓക്കെ, അവിടേക്ക് വരുമ്പോൾ കുറെ വർത്താനം പറഞ്ഞിരിക്കാന്ന് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. അവളുടെ അമ്മയും പപ്പയും വന്നു കഴിഞ്ഞിട്ട് അവളുടെ അമ്മേനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ചിക്കു ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് പേടിയാണ് ചിക്കുവിനെ. അതുകൊണ്ട് തന്നെ അവൾ അമ്മേനെയും കൂട്ടി വരാം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ ഇവളെ എങ്ങനെയായിരുന്നു എന്നറിയോ ശരിക്കും? ഇവള് എന്നെ കണ്ടാലും ആരെ കണ്ടാലും ഇവിടെ ആരുടെ സംസാരിക്കില്ല. കുറേ വർഷമായാലോ കാണുന്നു ഞങ്ങളെ, പക്ഷെ സ്റ്റിൽ എന്നെ കണ്ടാൽ ആരെ കണ്ടാലും സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ആരുടെ സംസാരിക്കാത്തൊരു കൊച്ചായിരുന്നു അവള്. ഫുൾ ടൈം ഫുള്ള് കഥ പറച്ചിലും ഫുള്ള് സ്റ്റോറീസും ഗോസ്റ്റും പ്രേതവും അത് ഇത് എന്നൊക്കെ. ചേച്ചി ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. ഒരു ചെറുതാണ്, ചിടുങ്ങാണ്, UKG-യിലായിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുള്ള് ഇത് തന്നെയാണ്. അപ്പം ചേച്ചീനെ ഞാൻ ഉച്ചയ്ക്ക് നോക്കി കണ്ടില്ല, വൈകിട്ട് നോക്കി കണ്ടില്ല എന്നൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ അപ്പം അമ്മ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലത്തെ ട്രീ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നുള്ളത് പറയാം. ഞാൻ ഈ ഒരു ട്രീ അറേഞ്ച് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ലൈവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ജെറിഫും കൂടിയിട്ടാണ് ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്തതൊക്കെ. കൊള്ളാമോ എന്ന് പറയാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ വീട്ടിലെ ട്രീ ഞാൻ തന്നെ കൊള്ളാമെന്ന് പറയുന്ന ഒരു പ്രത്യേകതര സ്വഭാവമാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ നല്ലത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആരും നല്ലത് പറയാൻ പോകുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. ഓക്കെ, ഐ ഹോപ്പ് യു ലൈക്ക് ദാറ്റ്. ഞങ്ങൾ അന്ന് അറേഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു ട്രീയിൽ സിംഗിൾ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മൾട്ടി കളർ സാധനമൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ അമ്മ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാൻ പോയില്ല അമ്മേനെ, ബിക്കോസ് ഇവിടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരാൻ പോയില്ല. അമ്മ ഓട്ടോ പിടിച്ച് വരാമെന്ന് പറഞ്ഞു. എത്തിയിട്ടുണ്ട്. അമ്മ വരുമ്പോ കളിക്കാൻ വരാന്ന്. അമ്മ വരുമ്പോ കളിക്കാൻ വരും. അമ്മ വന്നിട്ടില്ലേ? സൂക്ഷിച്ചു നിന്നോളൂ, അവിടെ സൂക്ഷിച്ചു നിന്നോളൂ. വല്ല പാമ്പ് കയറും. അകത്ത് കയറിപ്പോ പാമ്പിച്ച് കയറി വരും കേട്ടാ. ഇതവള്, ഇത് ഞാൻ, ഇതമ്മ. ഗിഫ്റ്റ് ഒക്കെ തന്നോളൂ എനിക്ക്. ഇതവള് അല്ല, നടുക്കത്തെ അവള്, ലെഫ്റ്റിലത്തെ ഞാൻ, റൈറ്റിലത്തെ അമ്മ. ശരി. ഞാൻ ഈ ലൈറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മോളിക്ക് കയറി പോയപ്പോഴാണ് അമ്മ ഇങ്ങനെ വന്നത് കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കണ്ടോ, ഇവിടുത്തെ ഇതിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ലൈറ്റുകളൊക്കെ ഇടാൻ വേണ്ടി മോളിക്ക് കയറി പോയപ്പോഴാണ് എൻ്റെ അമ്മ വന്നത് ഗൈസ്. എല്ലാം കത്തിക്കണം. നിറച്ച് ചെളിയാണ്, പക്ഷെ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം. ബിക്കോസ് ചിക്കു അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കുമ്പോൾ മൊത്തം ചെളിയാവും. അമ്മ അതേ തിരി കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കത്തിത്തുടങ്ങി എല്ലാതും. കാറ്റില്ല, അതാരം കുഴപ്പമില്ല, കേടില്ല വേഗം. സാധാരണ എല്ലാ ദിവസവും എല്ലാ തവണയും കത്തിക്കുമ്പോ കേടും.
അതെ, ഒരു സൈഡ് കത്തിച്ച് വരുമ്പോഴേക്കും മൊത്തം കെട്ടുപോയിണ്ടാവും. മൊത്തം കെട്ട് പോകും. അങ്ങനെയാണ് കൊതുക്. തിരിടാൻ മറന്നുപോയി കേസ്. അതിന് തിരിയെടുക്കാൻ അമ്മ പോയിരിക്കുകയാണ്. അമ്മ ഇവിടുത്തെ ലൈറ്റും കൂടി ഓഫ് ചെയ്തോ? യെസ്, ഈ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്ന കേസ്. നല്ല രസമുണ്ടല്ലേ കാണാൻ? കോലാരും നോക്കണ്ട, ബിക്കോസ് പെയിന്റ് അടിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ഇത് രസമില്ലേ കാണാനായിട്ട്? എല്ലാവരും ആ കാണുന്ന റൂമാണ് എൻ്റെ റൂം. ചേരാതൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ള അവൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേരാതും കാണൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഞാൻ അവൾക്ക് ഒരു ഐസ്ക്രീം മേടിക്കാൻ പോകണം. ഇനി അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഐസ്ക്രീം മേടിക്കുന്നത് കൂടി കണ്ടിട്ട് നമുക്ക് ലൈവ് എന്ന് വരുന്നുള്ളൂ. വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാം.